ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അച്ചാർ. അപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളി അച്ചാർ എങ്ങനെയൊന്നും ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് നന്നായി കഴിക്കാൻ ഇഷ്ടമായിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഉള്ള നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളി അച്ചാറിന് എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 150 ഗ്രാം വെളുത്തുള്ളിയാണ് തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്കൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 2 കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ ചെറിയൊരു മധുരത്തിന് ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, ഉപ്പ് നമ്മുടെ പാകത്തിന്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, അതൊരു 3 ടീസ്പൂണ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉലുവപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, നമുക്ക് കായം 1 ടീസ്പൂണ് വേണം. പിന്നെ നമ്മുടെ കടുക് 1 ടീസ്പൂണ്. പിന്നെ നമുക്ക് ചൊറുക്കയാണ് വേണ്ടത്, വിനാഗിരി അതൊരു 3 സ്പൂണ് അത് വേണം. പിന്നെ നമുക്ക് എണ്ണ താളിക്കാനായിട്ട്. ഇത്ര കാര്യമാണ് നമുക്ക് വെളുത്തുള്ളി അച്ചാറിന് വേണ്ടത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി അച്ചാറിന് നമ്മൾ പച്ചമുളക് ഇഞ്ചിയൊക്കെ നന്നായി ഒന്ന് അരിഞ്ഞ് വയ്ക്കും. അപ്പോൾ ഇത് പച്ചമുളക് നമ്മൾ നീളത്തിലല്ല വട്ടത്തിലാണ് അരിയേണ്ടത്. അപ്പോൾ അത് നമുക്ക് അരിയാം. അതുപോലെ വട്ടത്തിൽ അരിഞ്ഞാൽ മതി. അച്ചാറിനൊക്കെ നമ്മൾ വട്ടത്തിലാണ് പച്ചമുളക് അരിയേണ്ടത് കേട്ടോ. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞാൽ മതി. നീളത്തിലല്ല, ചതുരം പോലെ ചെറിയ പീസുകളാക്കിയിട്ട് അരിയാം. കറിവേപ്പിലേൻ്റെ തണ്ട് കളഞ്ഞ് വയ്ക്കാം. ശർക്കര ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കാം. അതുപോലെ നമ്മുടെ വെളുത്തുള്ളി വലിപ്പം കൂടുതലുണ്ടെങ്കിൽ ചെറിയ പീസ് ഒന്ന് ആക്കിക്കോളാം. ചിലത് ഇത്തിരി വലിപ്പം കൂടുതലുണ്ടാവും, അതൊന്ന് നടുകട്ട് ചെയ്തിട്ടോളാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയിലേക്ക് വെളിച്ചെണ്ണ ആയാലും നമുക്ക് അച്ചാറുണ്ടാക്കാൻ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയാൽ നമ്മൾ തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുള്ളൂ, ഇഞ്ചി അരിഞ്ഞ് വെച്ചത്, കറിവേപ്പില അരച്ച് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കും. അതിൻ്റെ വെള്ളമൊക്കെ നന്നായി ഒന്ന് കൊത്തിപ്പോകണം.
ഇനി നമ്മൾ വെളുത്തുള്ളി അതിലിട്ട് കൊടുത്ത് നന്നായി ഒന്ന് പകുതി വേവാവുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ എണ്ണയിൽ കിടന്ന് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് പകുതി വേവാവുന്ന കേട്ടോ. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായി മാറി വരുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി നന്നായി വാടിയില്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചകുത്തും വരും. പിന്നെ അച്ചാർ പെട്ടെന്ന് കേടാവും ചെയ്യും. അപ്പം നമ്മൾ നന്നായി ഒന്ന് വെളുത്തുള്ളിയുടെ ഇതിലത്തെ വെള്ളം ഒന്ന് നന്നായി വാടുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുകച്ചിലൊക്കെ ഉണ്ടാവും നമുക്ക് വെളുത്തുള്ളിയുടെ അച്ചാറിന്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഇതേപോലെ നന്നായി ഒന്ന് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ടിട്ടാണ് നന്നായി വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. വെളുത്തുള്ളി ഒരു പകുതി വേവായിട്ടുണ്ട്. നമ്മൾ തീ നന്നായി കുറച്ചിടണം കേട്ടോ. ഈ പൊടികളിടാൻ പോകണം. അപ്പോൾ നമ്മൾ തീ നന്നായി കുറച്ചിട്ടില്ലെങ്കിൽ അത് കരിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ എരിവിനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത്തിരി കളർ കിട്ടാനും എരി ഇത്തിരി കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി നമ്മൾ ഇടുന്നത് കേട്ടോ. അതിന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ തീ എപ്പോഴും നന്നായി കുറച്ചിട്ടിട്ട് ചെയ്തോളാം അച്ചാറിൻ്റെ പണികൾക്ക്. പിന്നെ നമ്മൾ ഉലുവപ്പൊടി, കായം മേലച്ചൊരു 1 ടീസ്പൂണോളം നമ്മളത് ഇട്ട് കൊടുക്കുക. നല്ലൊരു മണം ടേസ്റ്റിനും കൂടിയിട്ടുണ്ട് നമ്മുടെ കായപ്പൊടി ഇടുന്നത്. നമ്മൾ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി ആ പച്ചമണം മുളകിൻ്റെ ഒക്കെ മണങ്ങളൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാറിലേക്ക് നല്ലൊരു ഫ്ലേവർ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയിലേക്ക് നമ്മുടെ മുളകും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയൊക്കെ നന്നായി മിക്സ് ചെയ്ത് റെഡിയായി വരുന്നുണ്ട്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ട്. അപ്പോൾ ആ എരിവിനൊക്കെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു ശർക്കര കഷ്ണം ഇട്ട് കൊടുക്കണം. അപ്പോൾ പച്ചമണമൊക്കെ ഇപ്പോൾ മുളകിൻ്റെ ഒക്കെ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഇത് 1 മിനിറ്റ് നേരം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വിനാഗിരി ആ വെളുത്തുള്ളി അച്ചാറിലേക്ക് കറക്റ്റായിട്ട് പിടിച്ച് കിട്ടും. നന്നായി ഇന്നിങ്ങനെ 1 മിനിറ്റ് നേരം നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കരയുടെ ഇതൊക്കെ അരിഞ്ഞ് കറക്റ്റായിട്ട് ഇതിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഉപ്പൊന്ന് പാകത്തിനുണ്ടോ എന്ന് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തീ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ തീ കുറച്ചിട്ടിട്ട് തന്നെ ഏതിലും അങ്ങനെ ചൂട്ടിൽ അങ്ങനെ കറക്റ്റായിട്ടത് വറ്റി വന്ന് കിടന്നോളൂ. ഇനി നമ്മളിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമ്മളൊരു കുപ്പിയിലിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. നമുക്കത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ
പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയില്ലേ. അപ്പോൾ അതേപോലെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം. നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളിയുടെ ആ പുകച്ചിലോ ആ എരിയോ ഒന്നും നമുക്ക് തോന്നില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായി ടേസ്റ്റോടുകൂടി നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഉപയോഗിക്കാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ബൈ.